നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കന്നിമാസത്തിലെ ആയില്യം നാളിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആയില്യവ്രതം ആരംഭിക്കേണ്ട മാസം കന്നിമാസമാണ്. കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ ഒരു വർഷം ആയില്യപൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും. പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി ജപത്തിന് ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണ് കന്നിമാസത്തിലെ ആയില്യത്തിന് ഇത്രയും പ്രാധാന്യം പറയുന്നത്? കാരണം നാഗരാജാവിൻ്റെ പിറന്നാളാണ് കന്നിമാസത്തിലെ ആയില്യം. അന്നേ ദിവസം നാഗപ്രീതി വരുത്തിയാൽ കുടുംബസുഖവും സർവൈശ്വര്യവും കൈവരും എന്നാണ് വിശ്വാസം. കേരളത്തിൽ നാഗാരാധനയ്ക്ക് പരശുരാമ മഹർഷിയോളം പഴക്കമുണ്ട്. പരശുരാമൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമി പാപശാന്തിക്കായി ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു. എന്നാൽ ഉപ്പുരസമുള്ള വെള്ളവും കുഴമ്പ് രൂപത്തിലുള്ള മണ്ണിന്റെ സ്ഥിതിയും കൊണ്ട് ബ്രാഹ്മണർ ആ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇതിൽ ദുഃഖിതനായ പരശുരാമൻ പരമശിവനെ ധ്യാനിച്ചു. താൻ പാപശാന്തിക്കായി ദാനം ചെയ്ത ഭൂമി ബ്രാഹ്മണന്മാർ ഉപേക്ഷിച്ചു പോയെന്നും അതിനുള്ള കാരണവും പരിഹാരവും പറഞ്ഞു തരണമെന്നും ശിവനോട് അപേക്ഷിച്ചു. തൻ്റെ കണ്ഠാഭരണമായ നാഗരാജാവായ വാസുകി ഇതിനുള്ള കാരണവും പരിഹാരവും അങ്ങയ്ക്ക് പറഞ്ഞു തരും എന്ന് പരമശിവൻ മറുപടി നൽകി. ഉടൻ തന്നെ പരശുരാമൻ പ്രാർത്ഥിച്ചപ്പോൾ നാഗരാജാവായ വാസുകി പ്രത്യക്ഷപ്പെട്ടു. പരശുരാമന്റെ ചോദ്യത്തിന് ഉത്തരമായി വാസുകി ഇങ്ങനെ പറഞ്ഞു: അടിയൻ ഉപ്പുവെള്ളം മുഴുവൻ വലിച്ചെടുത്ത് കടലിൽ വിസർജിക്കാം. ഈ ഭൂമിയെ നല്ലതാക്കി തന്നുകൊള്ളാം. ഈ കരയെ നിധികുംഭങ്ങൾ കൊണ്ട് നിറയ്ക്കാം. ഭൂമിയെ സ്വർഗവും ദേവഭൂമിയും ആക്കി മാറ്റാം. പക്ഷേ അതിനു പകരമായി ഒരു ചെറിയ സഹായം ചെയ്തു തരണം. എല്ലാ തറവാടിൻ്റെയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ, അതായത് കന്നിമൂലയിൽ, നാഗങ്ങൾക്ക് ഒരു സ്ഥാനം തരണം. അങ്ങനെ സ്ഥാനം തന്നാൽ ആ തറവാട് പരമ്പരയിലുള്ളവർക്ക് സന്തതി, സമ്പത്ത്, ഐശ്വര്യം എന്നിവ നിലനിർത്തുകയും ത്വക്ക് രോഗം, ശിരോരോഗം, പാണ്ഡുരോഗം, കുഷ്ഠം, പുത്രകളത്രനാശം എന്നിവ ഇല്ലാതെ ഞങ്ങൾ നോക്കിക്കൊള്ളും. മാത്രമല്ല, വർഷത്തിൽ ഒരു ദിവസം നാഗരാജാവിൻ്റെ പിറന്നാളായ കന്നിമാസത്തിലെ ആയില്യത്തിൽ ഞങ്ങൾക്ക് 100 പാല്, വെള്ളരി, കവുങ്ങ് പൂക്കുല തുടങ്ങിയവ നൽകിയാൽ ആ കുടുംബങ്ങളെ ഞങ്ങൾ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അതുകേട്ട് പരശുരാമൻ പ്രസന്നനാകുകയും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ ചെയ്തു തരാം എന്ന് വാക്കു നൽകുകയും ചെയ്തു. അതിൻ പ്രകാരം കേരളക്കരയിൽ എല്ലാ തറവാട്ടിലും തെക്കു പടിഞ്ഞാറേ മൂലയിൽ സർപ്പക്കാവുകൾ ഉണ്ടായി. അവിടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങൾ, ക്ഷിപ്രപ്രസാദികളായ ദൈവങ്ങൾ. ഭഗവാൻ വിഷ്ണു അനന്തൻ എന്ന നാഗത്തിൽ ശയിക്കുന്നു. ജഗദീശ്വരനായ പരമശിവന്റെ കണ്ഠത്തിലും ജടയിലും കൈത്തണ്ടയിലും കാൽത്തളയിലും സർപ്പങ്ങൾ ആഭരണങ്ങളായി വിളങ്ങുന്നു. പൊതുവെ ശൈവചൈതന്യമായ വാസുകിയെയും വൈഷ്ണവ ചൈതന്യമായ അനന്തനെയും നാഗരാജാക്കന്മാരായും ദേവീ ചൈതന്യത്തെ നാഗയക്ഷി ഭാവത്തിലും ആരാധിക്കുന്നു. നാഗാരാധനയുടെ കാര്യത്തിൽ എല്ലാ മാസത്തിലെയും ആയില്യം പ്രധാനമാണെങ്കിലും കന്നിമാസത്തിലെ ആയില്യം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പലരും പൂർവികരായി ആരാധിച്ചു വന്നിരുന്ന ഈ സർപ്പക്കാവുകളെ ആവാഹിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും കാവുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി പല കുടുംബങ്ങളിലും സന്താന പരമ്പരകൾ ഇല്ലാതെ കഷ്ടപ്പെടാനും രോഗദുരിതങ്ങൾക്കും കാരണമാകുന്നു. സർപ്പപ്രതിഷ്ഠ, അഷ്ടനാഗപൂജ, സർപ്പസംസ്കാരം, സർപ്പബലി, സർപ്പം പാട്ട്, പുള്ളുവൻ പാട്ട്, നാഗത്തെയ്യം, നാഗത്തോറ്റം, നാഗപഞ്ചമി, തിരിയൊഴിച്ചിൽ, ആയില്യപൂജ, പാൽപ്പായസ ഹോമം, കളമെഴുത്ത്, മഞ്ഞപ്പൊടി നേദ്യം, 100 പാലും,
തുടങ്ങിയവ സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അനുഷ്ഠാനങ്ങളാണ്. തറവാടുകളിലും കാവുകളിലും ക്ഷേത്രങ്ങളിലുമാണ് സർപ്പങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. നാഗപ്രതിഷ്ഠ ഏറ്റവും ശുദ്ധമായി സംരക്ഷിക്കേണ്ടതാണ്. മാസമുറ, പുല, വാലായ്മ തുടങ്ങിയ സമയങ്ങളിൽ പ്രതിഷ്ഠയെയോ കാവിനെയോ തീണ്ടാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ ജന്മാന്തരങ്ങളായി ചെയ്തുപോയ സർപ്പവധം, സർപ്പക്കാവ് നശിപ്പിക്കൽ, സർപ്പമുട്ട നശിപ്പിക്കൽ തുടങ്ങിയവയ്ക്കുള്ള പ്രായശ്ചിത്ത ക്രിയയാണ് സർപ്പസംസ്കാരം. പ്രായശ്ചിത്തം ചെയ്യായ്ക മൂലം മഹാരോഗങ്ങളും മാറാരോഗങ്ങളും സന്താന ദുരിതങ്ങളും വന്നുചേരാം. നമസ്കാരം.